സാഹിത്യകാരൻ കാരൂർ സോമനാണ്. കാരൂർ സോമൻ മലയാളത്തിൽ നിരവധി പുസ്തകങ്ങൾ പല മേഖലകളിൽ എഴുതിയിട്ടുള്ള പ്രസിദ്ധനായ സാഹിത്യകാരനാണ്. എങ്കിലും അദ്ദേഹം പ്രവാസ ജീവിതം നയിക്കുന്നത് കൊണ്ട് പ്രവാസി സാഹിത്യകാരൻ എന്നുള്ള ഒരു ലേബലിൽ അദ്ദേഹത്തെ മുദ്ര കുത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം മലയാളത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ നാൾ വഴികളിലൂടെയുള്ള ഒരു സഞ്ചാരം അത് കുറേ എപ്പിസോഡുകളായിട്ട് നമുക്ക് എടുത്ത് റെക്കോർഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹം. അതിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കാരൂർ സോമനോട് ഞാൻ ചോദിക്കുന്നത് പ്രധാനമായിട്ടും കാരൂർ സോമൻ ആദ്യ കാലഘട്ടങ്ങളിൽ ക്രിയേറ്റീവായിട്ടുള്ള പല നോവലുകളും കഥകളും നാടകങ്ങളും എഴുതിയിട്ടുണ്ട്. എങ്കിലും അടുത്ത കാലത്ത് ക്രിയേറ്റീവ് വർക്ക് കുറയുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതലും സഞ്ചാര സാഹിത്യം പോലുള്ള ഇൻഫോർമേറ്റീവ് ബുക്സിലോട്ട് കടന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ക്രിയേറ്റീവ് രചനയിൽ താങ്കൾക്ക് ഇനി അതിൻ്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോയതുകൊണ്ടാണ്? അത് നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ തുടങ്ങിയത് കവിതകൾ, കഥകൾ, നോവലുകളാണ്. എൻ്റെ ചെറുപ്പം മുതൽ നാടകങ്ങൾ, ഇതിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. പിന്നീട് അതൊരു 25ഓളം നോവലുകളുണ്ട് മലയാളം, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് അടക്കം. അതുപോലെ തന്നെ ചെറുകഥാ സമാഹാരമുണ്ട്, കവിതാ സമാഹാരമുണ്ട്, നാടകങ്ങളുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വിവിധ തുറകളിലുള്ള പുസ്തകങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഒരു 12ഓളം രംഗങ്ങളിൽ മലയാളത്തിന് എൻ്റെ വകയായിട്ടുള്ള സംഭാവനയുണ്ട്. അപ്പോൾ ഈ ചോദ്യം എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി യാത്രാവർണ്ണത്തിലോട്ട്, സഞ്ചാര സാഹിത്യത്തിലോട്ട്, ഇൻഫോർമേറ്റീവ് ബുക്സിലോട്ട് അല്ലെങ്കിൽ വൈജ്ഞാനിക കൃതികളോട്ട് വരാനുണ്ടായ ഒരു കാരണം 2017 ഒരു ഇൻസിഡൻ്റാണ്. അത് എൻ്റെ മാതൃഭൂമിയും ഇറക്കിയ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ഫ്രാൻസിൻ്റെയും സ്പെയിനിൻ്റെയും 2 പുസ്തകങ്ങളാണ്. അതിൽ ചില ഇൻ്റർനെറ്റ് പേജസ് എടുത്തു എന്ന് കണ്ട് എനിക്കെതിരെ ഈ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർ പൊങ്കാല നടത്തുകയുണ്ടായി. 4.5 പേജ് ഇൻ്റർനെറ്റ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഒരു വീഡിയോ കിട്ടുന്നത്. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പം ആൾക്കാർ കോപ്പി അടിച്ചു, മോഷ്ടിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലന്നുണ്ടായിരുന്നത് ഗോസ്റ്റ് റൈറ്റിംഗ് അലൗഡാണ്. അങ്ങനെ ചില ഇൻഫർമേഷൻസ് ഞാൻ പലരിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ ആദ്യത്തെ ഒളിമ്പിക് ചരിത്ര പുസ്തകം സാഹിത്യ സഹകരണ സംഘമാണ് ഇറക്കിയത്. അന്ന് ആദ്യമായിട്ടാണ് ഒരു 2012 അന്ന് ഞാൻ മാധ്യമ പത്രത്തിന് വേണ്ടി ലണ്ടൻ ഒളിമ്പിക്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സാഹിത്യ സഹകരണ സംഘം അന്നത്തെ അതിൻ്റെ ഭാരവാഹി ശ്രീ ശശികുമാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു ഒളിമ്പിക് ചരിത്ര പുസ്തകം അന്ന് കളിക്കളം എന്നുള്ള പേരിൽ ഇന്നും അതവിടെയുണ്ട്. അങ്ങനെ ഒരു പുസ്തകമാണ് ആദ്യമായിട്ട് സ്പോർട്സുമായിട്ട് എഴുതിയത്. അന്നും ഈ ഗോസ്റ്റ് റൈറ്റിംഗ് അലൗഡ് ആയതുകൊണ്ട് പലരിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ മോഹൻലാലിനെ പോലുള്ള വ്യക്തികൾ, അവർക്ക് എഴുതാനുള്ള കഴിവ് ഇല്ല എങ്കിലും പക്ഷെ അവരുടെ ജീവിത അനുഭവങ്ങളും അവർ കടന്നു വന്ന വഴികളും പലരെയും അറിയിക്കാനുള്ള ആഗ്രഹം അവർക്കുണ്ട്, പലർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ വരുമ്പം നല്ലപോലെ എഴുതാൻ കഴിവുള്ള ഒരാളെ കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സാഹിത്യപരമായ കഴിവ് വെച്ച് അത് എഴുതും. ആ ഒരു ഇതിനാണ് ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം കാരൂരിനെ സംബന്ധിച്ച വിഷയം ഇപ്പം കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. അതിൻ്റെ കാരണം ഈ വിഷയം കോടതിയിൽ ഇരിക്കുന്നൊരു വിഷയമാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മൾ അത് ചർച്ച ചെയ്യാനും പാടില്ല. അത് പിന്നീട് കാരൂരിന് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത് കൊണ്ട് ആ കോപ്പിയടി വിവാദം എന്നുള്ള വിഷയത്തിലോട്ട് ഇപ്പം കടക്കുന്നില്ല. എന്നാൽ ഇപ്പം കോപ്പി അടിക്കുക എന്നുള്ളതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ മാറി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് വരെ കോപ്പിറൈറ്റിന് വിധേയമാണ്. പുതിയ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിപ്പം അതിൻ്റെ നിർവചനം കാരൂർ പറയുന്ന കാലത്തുള്ളതിനേക്കാളും വളരെ വ്യത്യാസമുണ്ട്.
അപ്പം അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ ഞാൻ കടക്കുന്നില്ല. ഞാൻ ചോദിച്ചത് കാരൂർ എന്തുകൊണ്ട് ക്രിയേറ്റീവ് വർക്ക് വിട്ടിട്ട് ഇൻഫോർമേറ്റീവ് യാത്രാവിവരണം പോലുള്ള ഇതിലേക്ക് കടന്നു എന്നുള്ളതിൻ്റെ ഒറ്റ ഉത്തരം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. പക്ഷെ ഇൻഫോർമേറ്റീവ് ബുക്കിലല്ലേ കോപ്പിയോടി പിടിച്ചത്. അപ്പൊ കാരൂർ അതിൽ തന്നെയല്ലേ ഉറച്ചു നിൽക്കുന്നത്. അല്ലാതെ കാരൂരിന്റെ ക്രിയേറ്റീവ് വർക്കിൽ ആരും ഒരു കോപ്പിയുടെ വിവാദവും ഉന്നയിച്ചിട്ടില്ലല്ലോ. അതില്ല. അന്നേരം പിന്നെ അതിൽ നിൽക്കാതെ ഈ വിവാദം ഉണ്ടായ സ്ഥലത്തോട്ട് തന്നെ കാരൂർ നിൽക്കാൻ കാരണം അല്ല, അതിനൊക്കെ കാരണം ഈ പറയുന്ന വ്യക്തി അന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇൻഫോർമേറ്റീവ് ബുക്സാണ്, പലയിടത്തു നിന്നാണ് അത് എന്താണ് സോഴ്സാണ് അത് പുസ്തകം എഴുതുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മാതൃഭൂമിയിൽ എൻ്റെ ചന്ദ്രയാനുണ്ട്, എനിക്ക് ചന്ദ്രയാനിൽ പോകാൻ പറ്റുമോ? പ്രഭാതിൽ മംഗളയാനുണ്ട്, ചൊവ്വയിൽ പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് എന്തുകൊണ്ട് ക്രിയേറ്റീവ് റൈറ്റ് ഞാൻ നിർത്തിയിട്ടൊന്നുമില്ല. ഇപ്പോഴും കഥകൾ എഴുതുന്നുണ്ട്, കവിതകൾ എഴുതുന്നുണ്ട്. നോവൽ മാത്രമേ ഞാൻ നിർത്തിയിട്ടുള്ളൂ. മറ്റുള്ളതൊക്കെ സജീവമായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, കേരളത്തിലും കേരളത്തിന് പുറത്തും. ഇതിലോട്ട് വരാൻ പ്രധാനമായിട്ടുള്ള കാരണം ഈ ഒരു സംഭവം ഉണ്ടായതാണ്. അതാണ് അന്ന് മുതൽ 2017 ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് എൻ്റെ ഈ ഇൻ്റർനെറ്റ് എടുത്ത വ്യക്തി അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ നിന്ന് എടുത്തു എന്നുള്ള പരാതിയാണെന്ന് പറഞ്ഞത്. അന്ന് സംസാരിക്കുമ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഇൻഫോർമേറ്റീവ് ബുക്സ് ഇങ്ങനെയാണ് എഴുതുന്നത് പറയുമ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എന്താണ് വേണ്ടത്, നമുക്ക് ഇതിന് പരിഹാരം വേണമല്ലോ. അപ്പോൾ അന്ന് വീഡിയോ കിട്ടിയത് 4.5 പേജ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ യാത്രാ സഞ്ചാരത്തിലോട്ട് വരുന്നത്. അന്ന് മുതൽ അതായത് ഒരു വാശി പോലെ എടുത്തതാണ്. അതായത് എനിക്ക് തോന്നുന്നത് കാരൂറിനെ യാത്രാവിവരണത്തിൽ പിടിച്ച കാരൂർ എന്നാൽ യാത്രാവിവരണത്തിൽ തന്നെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ മറ്റുള്ളവരുടെ ഒന്നും പുസ്തകത്തിൽ നിന്നൊന്നും നോക്കാതെ എൻ്റെ സ്വന്തമായിട്ട് തന്നെ അതിൽ ശ്രദ്ധ കൊടുത്ത് കുറെ പുസ്തകങ്ങൾ ഇറക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും അല്ലേ? ഇല്ല, അതിനകത്ത് പുസ്തകത്തിൽ നിന്നൊന്നും ഈ പറയുന്ന വ്യക്തിക്ക് പുസ്തകം ഇല്ലാത്ത ആളാണ്. ബ്ലോഗ് ഇന്റർനെറ്റ് ആണ് എല്ലാവരും അന്ന്. അപ്പൊ അതൊന്നും ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ള വാശിയായിരിക്കും. തീർച്ചയായിട്ടും ഞാനും അത്ര ഗൗരവമായിട്ട് അതിനെ കണ്ടില്ല. അതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഞാൻ കരുതി അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞു, എനിക്ക് പൈസ ഈ 1 കോടി രൂപ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. കാരൂർ സോമൻ ഒരു 20 വർഷമായിട്ട് UK സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ പല അസോസിയേഷനുകളെല്ലാം മുഖ്യ അതിഥിയായിട്ടും യുക്മ പോലുള്ള മഹാപ്രസ്ഥാനങ്ങളുടെ കലാമേളകൾ ഉദ്ഘാടനം ചെയ്യാനൊക്കെ കാരൂർ സോമൻ പോയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി കാരൂർ സോമൻ കുറച്ച് നാളുകളായിട്ട് ഈ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഈ കോപ്പിയടി വിവാദം മാത്രമല്ല, എന്നാൽ കാരൂർ സോമൻ മറ്റുള്ള ആൾക്കാരെ എഴുത്തുകാർ സഹിതം അവരെ ആരെയും അംഗീകരിക്കുന്നില്ല എന്നൊരു പരാതി കേൾക്കുന്നുണ്ട്. അവരെയൊക്കെ വളരെ ചെറുതായിട്ട് കാണുകയും സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരാണെന്നുള്ള രീതിയിലൊക്കെ അവരെ അവഹേളിക്കുന്നതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അവർ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ആ പറഞ്ഞതിനോടൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു എഴുത്തുകാരിയെ സംബന്ധിച്ച് അവർ എഴുതേണ്ടത് മുഖ്യധാര മാധ്യമങ്ങളിലാണ്. ഓണപ്പതിപ്പുകൾ പ്രധാനമാണ്. ഞാൻ കഴിഞ്ഞ 10-28 വർഷമായിട്ട് ഓണപ്പതിപ്പിൽ എഴുതുന്ന ആളാണ്. അതല്ലെങ്കിൽ സാഹിത്യ സംബന്ധിയായിട്ടുള്ള കേരളത്തിലെ മാസികകളിൽ എഴുതിയ വ്യക്തിയാണ്, ഇന്നും എഴുതുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടരെ ഒന്നും നമ്മൾ അവിടെ കാണുന്നില്ല. മനസ്സിലാക്കണം. ഇവിടുത്തെ ചില ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴി ഒരാൾ കവിത എഴുതി വിടുമ്പോൾ അവർക്ക് ധാരാളമായിട്ടുള്ള സ്തുതിപാഠകരെ കിട്ടുന്നു. അങ്ങനെയുള്ള സ്തുതിപാഠകനായിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അത് ഒരു പക്ഷേ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള സാഹിത്യ സൃഷ്ടികൾ നല്ല സാഹിത്യ സാംസ്കാരിക മാധ്യമങ്ങളിൽ എഴുതുകയാണ് വേണ്ടത്. അതിന് പകരം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ പറയുന്ന വ്യക്തികളെയൊന്നും എനിക്ക് അറിയുകയുമില്ല.
ഞാൻ അറിയാത്ത ആൾക്കാരാണ് എന്നെപ്പറ്റി ഇത്തരത്തിലുള്ള അപവാദം കേൾക്കുന്നത്. അതാണ് അതിനുള്ള മറുപടിയായിട്ട് പറയാനുള്ളത്. കാരണം സമയം ഞാൻ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ കാലത്ത് സോഷ്യൽ മീഡിയ നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കരുതുന്നത് പണ്ട് ഇതുപോലുള്ള പ്രസിദ്ധങ്ങളായിട്ടുള്ള മാഗസിനിലൊക്കെ എഴുതാൻ പറ്റുന്നത് വളരെ തുച്ഛമായിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ നല്ല എഴുതാൻ കഴിവുള്ള ആൾക്കാർ വെളിയിലുണ്ടായിരുന്നു. അവർക്ക് ചിലപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യാനോ അവരെ വേണ്ട രീതിയിൽ കാണാനൊന്നും പറ്റിയിട്ട് കാണത്തില്ല. അങ്ങനെ നിരവധി ആളുകൾ അവരുടെ കൃതികൾ പിന്നെ വീട്ടിലൊക്കെ നോട്ട്ബുക്കിലൊക്കെ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കവയത്രിയുടെ കവിതകൾ കിട്ടിയിട്ട് പിന്നീട് അത് മരിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം കൂടെ തപ്പിപ്പിടിച്ച് പുസ്തകമാക്കി ഇറക്കിയപ്പം ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പോൾ അതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നവരെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളത് എന്തോ എനിക്കതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. എന്നാൽ കാരൂർ സോമൻ മാത്രമാണല്ലോ ഇതുപോലെ വിമർശനം നേരിടുന്നത്. ഈ മറ്റുള്ള കാരൂർ സോമനേക്കാളും പ്രസിദ്ധരായിട്ടുള്ള സക്രിയായും അതുപോലുള്ള വലിയ എഴുത്തുകാരൊക്കെ ഇവരോട് ചേർന്ന് നിൽക്കുകയും അവരുടെ അംഗീകരിക്കപ്പെടുകയൊക്കെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കവി സച്ചിദാനന്ദൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ എഴുത്തുകാർ വന്നപ്പം 100 ഏറ്റവും നല്ല സോഷ്യൽ മീഡിയ വന്ന 100 കവിതകൾ സെലക്ട് ചെയ്ത് പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. പുള്ളി തന്നെ ഞെട്ടിപ്പോയി. നല്ല അർത്ഥഗാംഭീര്യമുള്ള കവിതകൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് പുസ്തകമാക്കി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ അവരെ പല രീതിയിൽ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ അംഗീകരിക്കുമ്പോൾ കാരൂറിൻ്റെ ഏത് ഇൻ്റർവ്യൂ എടുത്താലും ഏത് പ്രസംഗങ്ങളിലും അവരെ അടച്ച് ആക്ഷേപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നുകിൽ അത് നമ്മൾ അവരെ അംഗീകരിക്കണ്ട, പക്ഷെ എതിർക്കാതിരിക്കാമല്ലോ. ഈ പറയുന്നതും സത്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ ഒരു ഇൻ്റർവ്യൂവിലും ആരെയും അധിക്ഷേപിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രീ സച്ചിദാനന്ദൻ ഇവിടെ ലണ്ടനിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഇവിടുത്തെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ജർമ്മനിയിൽ നടക്കുമ്പോൾ അവിടുത്തെ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ചിന്തിക്കേണ്ട, അദ്ദേഹം കവിത നല്ലതുപോലെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം പോയി കണ്ടുപിടിച്ചതല്ല. അദ്ദേഹത്തിന് അവർ അയച്ചു കൊടുക്കും. അതിൽ കൂടെയാണ് അദ്ദേഹം നല്ല കവികളെ കണ്ടെത്തുന്നത്. അല്ല, അവരെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ പുള്ളി സ്റ്റെപ്പ് എടുത്തത്. അല്ല, സ്റ്റെപ്പ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ കവിതകൾ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അവരയച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഈ എഴുത്തുകാർ ആരും തന്നെ എനിക്ക് ഒന്നും അയച്ചു തന്നിട്ടില്ല. എനിക്ക് അയച്ചു തരാത്തിടത്തോളം കാലം എനിക്ക് അവരുടെ കഥയെപ്പറ്റിയോ കവിതയെപ്പറ്റിയോ അറിയില്ല. എന്നാൽ പൊതുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 2008 കൈരളിയുടെ സാഹിത്യജാലകത്തിൽ ഡോക്ടർ മിനി നായർ എന്നോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. 2008 ഓർക്കണം. അവർ ചോദിക്കുകയാണ്, ഞാൻ ധാരാളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന ഒരു പരാതി ധാരാളം പേര് കാശ് കൊടുത്ത് എഴുതിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ കൊടുക്കുന്ന മറുപടി, ഞാനും കേൾക്കുന്നുണ്ട്, പേരിന് പ്രശസ്തിക്കും വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനപ്പുറമായിട്ട് ഞാൻ ആരെയും ഇന്ന് വരെ ഒരു തരത്തിലും ഈ വിഷയത്തിൽ വിമർശിച്ചിട്ടില്ല. പിന്നെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നല്ല നല്ല മാധ്യമങ്ങൾ എഴുതുക, മുതിർന്ന എഴുത്തുകാർക്ക് അത് അയച്ചു കൊടുക്കുക. അവർ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡ് ലൈൻസ് തരും. ഇന്ന് വേൾഡ് വൈഡായിട്ട് അതെന്താ കാര്യം അതൊക്കെ കാരൂറിൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പഴയ ഒരു ചട്ടക്കൂടാണ്. ഇങ്ങനെ ആയിരിക്കണം ഒരു എഴുത്തുകാരൻ ഉയർന്നു വരേണ്ടത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ആരും അങ്ങനെ പോകുന്നില്ല. ഇപ്പോൾ ആരും ആരുടെ സർട്ടിഫിക്കറ്റ് ഒന്നും മേടിക്കുന്നില്ല. കാരണം അവരെന്താ ചെയ്യുന്ന, അവരെഴുതുന്ന കൃതികൾ അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. അത് 1000ങ്ങളിലോട്ട് ചെല്ലുന്നു, ചിലപ്പം 10,000ങ്ങളിലോട്ട് ചെല്ലുന്നു. അത് പുസ്തകമാക്കണമെന്നൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. ഇപ്പം ആ കാഴ്ചപ്പാടുകളൊക്കെ മാറി വരുവാണ്. എനിക്ക് തോന്നുന്ന ട്രാൻസിഷൻ പീരീഡാണ്. നമ്മൾ പഴയത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ മാറ്റങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ പഴയ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അവരിപ്പോഴും ചിന്തിക്കുന്നത് ഓണപ്പതിപ്പിൽ എഴുതുന്നതാണ് കൃതി, അല്ലെങ്കിൽ പത്രങ്ങളിൽ എഴുതിയെങ്കിൽ മാത്രമേ അതിന് അംഗീകാരമുള്ളൂ. ഇതൊന്നും അത്ര റെലവൻ്റ് ആണോ കാരൂരെ? അത് വിഷയം കിടക്കുന്നത്, ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിക്കുന്നത് നല്ല നല്ല സാഹിത്യ മാസികകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ എഴുതുക എന്നുള്ളതാണ്. അതിനപ്പുറമായിട്ട് ഇത് പഴയ ചിന്താഗതിയാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ അർത്ഥശൂന്യങ്ങളായിട്ടുള്ള വാദങ്ങളാണ് എന്നെപ്പറ്റി ചില വ്യക്തികൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വിവാദങ്ങളാക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ഞാൻ നിരപരാധിയാണ്. ഞാൻ ഇന്നുവരെ ഒരു എഴുത്തുകാരനെയും, ഞാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലിമ വേൾഡ് ലൈബ്രറിയിൽ എത്രയോ എഴുത്തുകാരുണ്ട്.
നല്ല വേൾഡ് വൈഡായിട്ട് എഴുത്തുകാർ അതിനകത്തുണ്ട്. അവർക്കെല്ലാം നല്ല ഞാൻ കൊടുക്കുന്ന പ്രോത്സാഹനം അവർക്കറിയാം എന്താണെന്നുള്ളത്. പിന്നെ എന്നെപ്പറ്റി പഠിക്കാതെ എന്നോട് അസൂയുള്ളവർ എന്തെങ്കിലും പഠിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല. ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങൾ ഓണപ്പതിപ്പിൽ എഴുതണം എന്നുള്ളത്. പക്ഷേ അങ്ങനെ എഴുതി വന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്ന് കരുതി അവർ എഴുതണമെന്നുള്ളതല്ല. എൻ്റെ ബോധ്യം ഇത്രയാണ്: നിങ്ങൾ നല്ല നല്ല മാധ്യമങ്ങളിൽ കൂടി എഴുതി വരിക എന്ന് കരുതി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതേണ്ട എന്നല്ല. ഇപ്പോൾ മറ്റൊന്ന് പറഞ്ഞാൽ, എന്നോട് പലരും ഈ കാര്യം പറയുന്നുണ്ട്. എന്താണ്, ഈ കേരളത്തിലെ പ്രമുഖ ഈ പറയുന്ന സാഹിത്യ മാസികകൾ കൊടുത്താൽ അവർ കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു ഉത്തരം എന്താണ്? നിങ്ങൾ അതെല്ലാം കൂടി പുസ്തകമാക്കുക. അവർ കൊടുത്തില്ലേ കൊടുക്കണ്ട. അതാണ് ഞാൻ ഇന്നും കൊടുക്കുന്ന ഉത്തരം. അല്ലാതെ എന്നെപ്പറ്റി ആരെങ്കിലും ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനൊന്നും ഉത്തരവാദിയല്ല, എനിക്കറിയില്ല. അല്ലല്ല, ഇവിടെ കാരൂർ സോമനെ ആരും വിമർശിച്ചിട്ടില്ല. കാരൂർ സോമന്റെ പേര് പോലും ആരും പറയുന്നില്ല. പക്ഷേ നമ്മുടെ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറയുമ്പോൾ, കാരൂർ സോമൻ, അതായത് ഇപ്പോഴും ഗിവ് ആൻഡ് ടേക്ക് പോളിസികളുടെ കാലമാണ്. നമ്മൾ അങ്ങോട്ട് ബഹുമാനം കൊടുക്കും, അല്ല അവരെ അംഗീകരിക്കുമ്പം അവരിങ്ങോട്ടും നമ്മളെ അംഗീകരിക്കുന്നു, അങ്ങനെ കൂട്ടായിട്ട് പോകുന്നു. അതിനകത്ത് അങ്ങനെ ഒരു സ്നേഹത്തോടെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് പേര് മാറി നിന്നിട്ട്, ഇപ്പം അടൂർ ഗോപാലകൃഷ്ണന് അടുത്ത കാലത്ത് വന്ന പരാജയം അതാണ്. പുള്ളി ലോകം ഉത്തര സിനിമ ചെയ്ത ആൾക്കാരാണ്. പക്ഷെ ഇപ്പം പുള്ളി പറയുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ, ഒന്നുമല്ലാത്ത സോഷ്യൽ മീഡിയയ്ക്ക് പറഞ്ഞിട്ട് പുള്ളി വെള്ളം കുടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞത്. ഞാനതിനോടും യോജിക്കുന്നില്ല. പുള്ളി ഒട്ടും വെള്ളം കുടിച്ചിട്ടില്ല. അവിടെയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം. ഈ പറയുന്ന മാധ്യമങ്ങൾ പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അദ്ദേഹം അത് നല്ല പോസിറ്റീവായിട്ടാണ് അത് പറഞ്ഞതെന്ന് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അതിൻ്റെ നിങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത് മനുഷ്യരുടെ ഈ നെഗറ്റീവ് വശങ്ങളെടുത്ത് അതിനെ പർവ്വതീകരിക്കുകയാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ പോസിറ്റീവ് സൈഡായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അദ്ദേഹം അത് സർട്ടിഫൈ ചെയ്യും, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ തിരിച്ചു ചിന്തിക്കുമ്പോൾ ഒരു ന്യൂനപക്ഷത്തെ അധിക്ഷേപിക്കുന്ന വിധമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഇതൊക്കെ എന്തിന് ഈ സോഷ്യൽ മീഡിയ വിവാദമാക്കണം? ഇതാണോ പ്രധാനമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങൾ ഉണ്ടാക്കി എണ്ണം കൂട്ടി കാശ് വാങ്ങുന്നത്? ഈ പരിപാടിയൊന്നും ശരിയല്ല. ഒരു വ്യക്തിക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം മനഃപൂർവ്വം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അഥവാ അങ്ങനെ അത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റ് തന്നെയാണ്. അതിനെ ആരും കൂട്ടു നിൽക്കില്ല.